ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു മിനി ആൽബത്തിൻ്റെ ഫ്രണ്ട് പേജ് ലേഔട്ടാണ്. ഇതൊരു ബേബി തീം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബേബി സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിത് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ച് ഷീറ്റ്സ് സെൽഫായിട്ട് പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ആ ഒരു മേഘങ്ങളുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നൊരു ഫോട്ടോ ആണ്. അതേപോലെ ഒരു മെറ്റാലിക് ഫ്രെയിം പോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുഞ്ഞു ഈ ഒരു ബേബി തീമിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഇതുപോലെ ആണ് പാറ്റേൺ ഷീറ്റ് പ്രിൻ്റ് ചെയ്യാറുള്ളത്. നമുക്ക് വേണ്ടിയ തീമിലുള്ളത് നമ്മളുടെ ആ ഒരു സൈസിൽ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കാറാണ്. പിന്നെ കുറച്ച് ഫോട്ടോസും പിന്നെ കുറച്ച് ഇതുപോലുള്ള കുറച്ച് ഫ്രെയിംസൊക്കെ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് 1 മന്ത് 2 മന്ത് എന്നുള്ളത് പ്രത്യേകമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ആൽബം ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആൽബത്തിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യുന്നില്ല. ഞാൻ ആ ഒരു ഫ്രണ്ട് പേജ് ലേഔട്ട് മാത്രമായിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു മെറ്റാലിക് ഫ്രെയിം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു മെറ്റാലിക് ഫ്രെയിമിൻ്റെ ഫോട്ടോ ഞാൻ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഗോൾഡൻ മിറർ ഷീറ്റിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ഒരു ഔട്ട്ലൈൻ പോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു ഡബിൾ ടാപ്പ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബേബി സ്റ്റിക്കേഴ്സ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് നോക്കിയിട്ട് ഭംഗി തോന്നിയതിനനുസരിച്ചാണ് കേട്ടോ ഞാനിത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബേബി തീം മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും തീമിലാണ് ചെയ്യുന്നതെങ്കിൽ അത് ഈ ഒരു സ്റ്റിക്കേഴ്സ് മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഏത് തീമും നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് നോക്കിയിട്ട് ഭംഗിക്ക് അനുസരിച്ചാണ് ഞാൻ പിന്നീടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക, എന്നിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ കിട്ടാണ്ട് ജസ്റ്റ് നമുക്ക് റഫ് പേപ്പേഴ്സിലൊക്കെ ജസ്റ്റ് നമുക്ക് വരച്ചൊക്കെ നോക്കാം കേട്ടോ. ഈ ഫ്രെയിം വന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് കൊടുക്കുന്നതും അങ്ങനെ നമുക്ക് എന്ത് ലേഔട്ട് നമുക്ക് ആദ്യം ഒന്ന് ഒരു പ്ലാനിങ്ങിലൂടെയൊക്കെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഏത് വർക്ക് എടുക്കുമ്പോഴും ജസ്റ്റ് നമ്മളേതായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി നമ്മൾ കൊണ്ടുവരുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ റഫ് പേപ്പേഴ്സിലൊക്കെ ഒന്ന് വരച്ചൊക്കെ നോക്കിയിട്ട് നമുക്കിങ്ങനെ മോഡൽസൊക്കെ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു മോഡലാണ് ഇപ്പോൾ സംഭവം ഇത് പറഞ്ഞാൽ. ഈ ഒരു സ്റ്റിക്കേഴ്സ് മാത്രമേ കൊടുക്കാതെ കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള വേറെ ഐറ്റംസ് കൊടുത്താൽ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ കിട്ടുക. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു സിൽവർ ആയിട്ടുള്ള ഒരു നെറ്റ് പോലത്തെ ഒരു സംഭവം ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അതും വെക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ ഞാൻ ഒരു പിങ്കും ഡാർക്ക് പിങ്കിൽ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് പഞ്ച് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പഞ്ചിങ് മെഷീൻ ഇങ്ങനത്തെ പല വെറൈറ്റി പഞ്ചിങ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഡെക്കറേറ്റീവ് സമയത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ കുറച്ച് ലീവ്സ് അതിൽ പഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഫ്രണ്ട് ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു ഡെക്കറേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ എല്ലാവരും എന്നോട് ഇൻസ്റ്റയിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതെങ്ങനെയാ ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങൾക്ക് വേറെ സ്റ്റിക്കേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇത് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.